അമേരിക്കയിൽ സ്ഥിരതാമസമാക്കാനും ജോലി ചെയ്യാനും ആഗ്രഹിക്കുന്ന പ്രൊഫഷണലുകളുടെ, പ്രത്യേകിച്ച് ഉയർന്ന വൈദഗ്ധ്യമുള്ള ഇന്ത്യൻ IT ശാസ്ത്ര കോർപ്പറേറ്റ് പ്രൊഫഷണലുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വഴികളിലൊന്നായിരുന്നു EB-1 വിസ. എന്നാൽ പുതിയ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യക്കാർക്കുള്ള EB-1 വിസ ലഭ്യത പൂർണ്ണമായും നിലച്ചേക്കാമെന്ന മുന്നറിയിപ്പുമായി US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് രംഗത്തെത്തിയിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ EB-1 വിസ? ഇതാണ് നമ്മൾ ആദ്യമായി പരിശോധിക്കേണ്ടത്. പതിറ്റാണ്ടുകളായി ഗ്രീൻ കാർഡിലേക്കുള്ള ഫാസ്റ്റ് ട്രാക്ക് എന്നറിയപ്പെട്ടിരുന്ന ഈ വിസ വിഭാഗത്തിന് ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? ഈ വീഡിയോയിലൂടെ നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. അമേരിക്ക നൽകുന്ന തൊഴിലധിഷ്ഠിത ഗ്രീൻ കാർഡുകളിൽ ഏറ്റവും മുൻഗണനയുള്ള വിഭാഗമാണ് EB-1. ഉയർന്ന സാങ്കേതിക പ്രാഗൽഭ്യമുള്ളവർക്കായി നീക്കിവെച്ചിരിക്കുന്ന ഈ വിസ പ്രധാനമായി 3 ഉപവിഭാഗങ്ങളായാണ് തരംതിരിച്ചിരിക്കുന്നത്. EB-1A ശാസ്ത്രം, കല, വിദ്യാഭ്യാസം, ബിസിനസ്, കായികം എന്നീ മേഖലകളിൽ ആഗോളതലത്തിൽ തന്നെ അസാധാരണ കഴിവ് തെളിയിച്ച വ്യക്തികൾക്കുള്ളത്. EB-1B എന്നത് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയരായ പ്രൊഫസർമാർക്കും ഗവേഷകർക്കും ഉപയോഗപ്പെടുത്താം. EB-1C മൾട്ടിനാഷണൽ കമ്പനികളുടെ മുതിർന്ന മാനേജർമാർക്കും എക്സിക്യൂട്ടീവുകൾക്കുമാണ് ഉപയോഗപ്പെടുത്താൻ സാധിക്കുക. പതിറ്റാണ്ടുകളായി EB-2, EB-3 വിസകളെ അപേക്ഷിച്ച് യാതൊരു മുൻഗണനാ കാത്തിരിപ്പുമില്ലാതെ ഏറ്റവും വേഗത്തിൽ ഗ്രീൻ കാർഡ് ലഭിച്ചിരുന്ന വഴിയായിരുന്നു EB-1. കാരണം ഇതിന് അപേക്ഷിക്കാനുള്ള മാനദണ്ഡങ്ങൾ വളരെ കർശനമായിരുന്നതിനാൽ കുറഞ്ഞ ആളുകൾ മാത്രമേ അർഹരായിരുന്നുള്ളൂ. എന്നാൽ ആ സ്ഥിതിഗതികൾ ഇപ്പോൾ ആകെ മാറിയിരിക്കുകയാണ്. ഓഗസ്റ്റിലെ വിസ ബുള്ളറ്റിനിൽ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കിയത് സെപ്റ്റംബറോടെ അവസാനിക്കുന്ന ഈ സാമ്പത്തിക വർഷത്തിനുള്ളിൽ ഇന്ത്യക്കാർക്ക് നീക്കിവെച്ചിട്ടുള്ള പ്രതിവർഷ EB-1 വിസ കോട്ട പൂർണ്ണമായും തീർന്നു പോകാൻ സാധ്യതയുണ്ടെന്നാണ്. തൽഫലമായി വരും ആഴ്ചകളിൽ ഇന്ത്യക്കാർക്ക് EB-1 വിസ പൂർണ്ണമായും ലഭ്യമാക്കാത്ത അവസ്ഥയുണ്ടായേക്കാം. നിലവിലെ കണക്കുകൾ പ്രകാരം EB-1 ഗ്രീൻ കാർഡ് അനുവദിച്ചു കിട്ടുന്ന ഒരു ഇന്ത്യൻ അപേക്ഷകൻ തന്റെ ആപ്ലിക്കേഷൻ സമർപ്പിച്ചത് 2022 ഒക്ടോബർ 15 അതിനു മുൻപോ ആണ്. അതായത് ഏറ്റവും ഉയർന്ന തസ്തികകളിലുള്ള പ്രൊഫഷണലുകൾ പോലും നിലവിൽ 3.5 മുതൽ 4 വർഷം വരെ ഗ്രീൻ കാർഡിനായി കാത്തിരിക്കേണ്ടി വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് EB-1 വിഭാഗത്തിൽ പെട്ടെന്ന് ഇത്രയും തിരക്കും ബാക്ക്ലോഗും അനുഭവപ്പെടുന്നത്? ഇതിന് പ്രധാനമായി 3 കാരണങ്ങളാണുള്ളത്. EB-2, EB-3 വിസകളിലെ വൻ കാത്തിരിപ്പ്. സാധാ IT ജീവനക്കാരും എഞ്ചിനീയർമാരും അപേക്ഷിക്കുന്ന EB-2, EB-3 കാറ്റഗറികളിൽ ഇന്ത്യക്കാർക്ക് ചില കണക്കുകൾ പ്രകാരം 50 മുതൽ 80 വർഷം വരെ കാത്തിരിപ്പ് കാലമുണ്ട്. ഇതോടെ അർഹതയുള്ള പ്രൊഫഷണലുകൾ തങ്ങളുടെ പദവികൾ ഉയർത്തിയും പ്രൊമോഷനുകൾ നേടിയും E1 കാറ്റഗറിയിലേക്ക് മാറുവാൻ തുടങ്ങി. മറ്റൊന്ന് രാജ്യങ്ങൾക്കുള്ള 7% പരിധിയാണ്. അമേരിക്കൻ ഇമിഗ്രേഷൻ നിയമപ്രകാരം ഓരോ വർഷവും നൽകുന്ന ആകെ ഗ്രീൻ കാർഡുകളുടെ 7% കൂടുതൽ ഒരു പ്രത്യേക രാജ്യത്തിന് നൽകാൻ പാടില്ല. ഇന്ത്യയിൽ നിന്ന് ദശലക്ഷക്കണക്കിന് ഉയർന്ന വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകൾ ഉള്ളപ്പോൾ പോപ്പുലേഷൻ വളരെ കുറഞ്ഞ രാജ്യങ്ങൾക്കും അതേ കോട്ട തന്നെയാണ് ലഭിക്കുന്നത്. അതായത് 7% കോട്ടയാണ് എല്ലാ രാജ്യങ്ങൾക്കും ലഭിക്കുകയുള്ളൂ. മറ്റൊന്ന് ഫാമിലി വിസ സ്പിൽ ഓവറിന്റെ കുറവ്. മുൻകാലങ്ങളിൽ കുടുംബ അധിഷ്ഠിത വിസ ക്വാട്ടകളിൽ മിച്ചം വന്നിരുന്ന വിസകൾ തൊഴിലധിഷ്ഠിത ക്വാട്ടയിലേക്ക് മാറ്റി നൽകാറുണ്ടായിരുന്നു. എന്നാൽ കോവിഡിന് ശേഷമുള്ള കാലയളവിൽ ഈ മിച്ച വിസകളുടെ വരവ് കുറഞ്ഞതും പ്രതിസന്ധി രൂക്ഷമാക്കിയിരിക്കുകയാണ്. EB-1 വിസയിലുണ്ടായ ഈ പ്രതിസന്ധി അമേരിക്കൻ മലയാളികൾ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് ഇന്ത്യൻ പ്രൊഫഷണലുകളുടെയും അവരുടെ കുടുംബങ്ങളെയും ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. ഇതിന്റെ കാരണങ്ങൾ ഇനി പറയാം. കുട്ടികളുടെ ഏജ് ഔട്ട് പ്രശ്നം. ഗ്രീൻ കാർഡ് ലഭിക്കാൻ വൈകുന്നതോടെ 21 വയസ്സ് തികയുന്ന കുട്ടികൾക്ക് മാതാപിതാക്കളുടെ വിസയിലുള്ള സംരക്ഷണം നഷ്ടപ്പെടുകയും അവർ സ്വന്തമായി സ്റ്റുഡന്റ് വിസയോ മറ്റ് വിസകളോ എടുക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. മറ്റൊന്ന് തൊഴിൽ അനിശ്ചിതത്വമാണ്. ഗ്രീൻ കാർഡ് ലഭിക്കുന്നത് വൈകുമ്പോൾ H-1B വിസകളിൽ തന്നെ തുടരേണ്ടി വരുന്നു. ഇത് ജോലി മാറുമ്പോഴും കമ്പനികൾ ലേ ഓഫ് പ്രഖ്യാപിക്കുമ്പോഴും കടുത്ത മാനസിക സാമ്പത്തിക സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട്. മറ്റൊന്ന് കമ്പനികളുടെ തന്ത്രപരമായ മാറ്റം. പല US വൻകിട ടെക് കമ്പനികളും തങ്ങളുടെ ഇന്ത്യൻ മാനേജർമാരെ അമേരിക്കയിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം കാനഡ, UK അല്ലെങ്കിൽ ദുബായ് തുടങ്ങിയ രാജ്യങ്ങളിലെ ഓഫീസുകളിലേക്ക് മാറ്റാൻ നിർബന്ധിതരാകുന്നു. അമേരിക്കയുടെ സാമ്പത്തിക വികസനത്തിനും സാങ്കേതിക മുന്നേറ്റത്തിലും നിർണായക പങ്കുവഹിക്കുന്ന ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് മുന്നിൽ വാതിലുകൾ ഒന്നൊന്നായി അടയുന്നത് നിരാശാജനകമാണ്. അമേരിക്കൻ കോൺഗ്രസ് ഇമിഗ്രേഷൻ നിയമങ്ങളിൽ, പ്രത്യേകിച്ച് പെർ കൺട്രി ലിമിറ്റിൽ സമഗ്രമായ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ ഈ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരമാകൂ. അതുവരെ മികച്ച അവസരങ്ങൾ തേടുന്ന ഇന്ത്യൻ പ്രൊഫഷണലുകൾ യൂറോപ്പ്, കാനഡ, മിഡിൽ ഈസ്റ്റ് തുടങ്ങിയ മറ്റ് ആഗോള കേന്ദ്രങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാനാണ് സാധ്യതയെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു.